വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം ട്ടോ. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ? ഹേമന്ത് സോറൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച്? ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഇദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്നറിയോ? ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറൻ ആണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ക്ലിയർ ആയില്ലേ? ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറൻ. അടുത്തത് ചെറിയ ഉപഗ്രഹങ്ങൾ. നമുക്ക് വലിയ ഉപഗ്രഹങ്ങൾ മാത്രമല്ല, ചെറിയ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കേണ്ടി വരും. അങ്ങനെ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവ് വിക്ഷേപിക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ചെറിയ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കേണ്ട സമയത്ത് അത് വിക്ഷേപിക്കാനായി ISRO ആരാണ്? ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനം. ഏത് വാഹനാണ് ISRO രൂപകൽപ്പന ചെയ്തത്? അതിന്റെ പേര് SSLV എന്നാണ്. എന്താണ് SSLV? നമ്മൾ PSLV, GSLV എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ? VSLV എന്നൊക്കെ അല്ലെ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. PSLV കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ GSLV കേട്ടിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ എന്താണ് എന്താ പറയാ, ASLV അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇതൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഏതാണ്? SSLV ആണ്. എന്താ? ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഒരു സംസ്ഥാനം എന്ത് ചെയ്യാണ്? ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു. ഇപ്പൊ ഏത് സംസ്ഥാനാണ് ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത്? ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. അപ്പൊ ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം, ആദ്യ സംസ്ഥാനമാണ്. ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2024 ആഗോള പട്ടിണി സൂചിക പ്രസിദ്ധീകരിച്ചു. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 105 ആണ്. ഇനി അടുത്തത് യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആയി പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഏതറിയോ? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഏതാണ്? റിയോ ഡി ജനീറോ ആണ്. റിയോ ഡി ജനീറോ. അപ്പൊ പഠിച്ച മക്കളെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ISRO രൂപകൽപ്പന ചെയ്ത പുതിയ വാഹനമാണ് SSLV. ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 ആണ്. യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച നഗരം റിയോ ഡി ജനീറോയാണ്. അപ്പൊ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ISRO ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനം SSLV. ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 ആണ്. യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച റിയോ ഡി ജനീറോയാണ്. ഏതാണ്? റിയോ ഡി ജനീറോ. അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? എന്താണ്? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ആ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് എന്ത് നേടിയത്? സ്വർണ്ണ മെഡൽ നേടിയത്, ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ ആരാണ്? ഇന്ത്യക്കാരൻ ആരാണ്?
ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. എന്താണ്? നീരജ് ചോപ്ര. അടുത്തത് വിമാനയാത്ര. വിമാനയാത്ര നടത്തുന്ന യാത്രക്കാരുണ്ടല്ലോ, ആ വിമാനയാത്രക്കാർക്ക് കടലാസുരഹിത യാത്രാ അനുഭവം ഒരുക്കാനായി വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പദ്ധതിയുടെ പേരെന്ത്? അപ്പൊ വ്യോമയാന മന്ത്രം വിമാനയാത്രക്കാർക്കായിട്ട് ഒരു ഡിജിറ്റൽ പദ്ധതി, ഡിജിറ്റൽ സംരംഭം ആരംഭിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം. വ്യോമയാന മന്ത്രാലയം. അപ്പൊ വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ആ പദ്ധതിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഡിജി യാത്ര എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? ഡിജി യാത്ര. അപ്പൊ വിമാനയാത്രക്കാർക്ക് കടലാസുരഹിത യാത്രാനുഭവം ഒരുക്കാൻ വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ സംരംഭത്തിന്റെ പേര് ഡിജി യാത്ര എന്നാണ്. ഡിജി യാത്ര. ഇന്ത്യയില് 54ാമത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് രാജസ്ഥാനിലെ ഒരു എന്താ പറയുന്നത്, കടുവ സങ്കേതമാണ്. രാജസ്ഥാനിലെ ഒരു കടുവ സങ്കേതമാണ്. അത് ഏതാണ് രാജസ്ഥാനിലെ കടുവ സങ്കേതം? ധോൽപൂർ കരൗലി. എന്താണ് അതിന്റെ പേര്? ധോൽപൂർ. ധോൽപൂർ കരൗലി. ധോൽപൂർ കരൗലി. അപ്പൊ ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ്, രാജസ്ഥാനിലെ ഒരു ടൈഗർ റിസർവിനെ ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. ഏതാണത്? ധോൽപൂർ കരൗലിയാണ്. ധോൽപൂർ കരൗലി ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയാ, ലോക ബാങ്കിന്റെ പ്രസിഡന്റായി ഒരു ഇന്ത്യൻ വംശജൻ അധികാരത്തിൽ വന്നു. ആരാണ് അദ്ദേഹം? ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ആരാണ്? അജയ് ബംഗ ട്ടോ. അജയ് ബംഗ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇന്ത്യൻ വംശജനായ അജയ് ബംഗയാണ് അല്ലെ എന്തിന്റെ പ്രസിഡന്റ്? ലോക ബാങ്കിന്റെ. ഇന്ത്യൻ വംശജനായ അജയ് ബംഗയാണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ്. ഇനി അടുത്തത് 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ്, വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? 2024 വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ് ആണ്. 2024 വനിതാ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ് ആണ്. ലോക ബാങ്കിന്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. 54ാമത്തെ രാജസ്ഥാനിലെ കടുവ സങ്കേതം ഏതാണ്? 54ാമത്തെ ടൈഗർ റിസർവ് ധോൽപൂർ കരൗലി. വിമാനയാത്ര അല്ലെ കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട്, കടലാസുരഹിത യാത്രാനുഭവം യാത്രക്കാർക്ക് വരുത്താനായിട്ട് വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജി സംരംഭത്തിന്റെ പേര് എന്താണ്? ഡിജി യാത്ര എന്നാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്രയാണ്. ഇനി അടുത്തത് 2024 ഒക്ടോബർ മാസത്തില് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകൾ എത്രണ്ണാണ്? എത്ര ഭാഷകൾക്ക്? 5 ഭാഷ. 2024 ഒക്ടോബറിൽ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു? 5. അപ്പൊ അങ്ങനെ മൊത്തം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എത്രണ്ണായി? ഇപ്പോ 11. 2024 ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എത്ര ഭാഷകൾക്കാണ്? 5 എണ്ണം. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര ഉണ്ട്? 11 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലോക്സഭ 18ാം ലോക്സഭയാണ്. 18ാമത്തെ ലോക്സഭ. ആ 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? രാഹുൽ ഗാന്ധിയാണ്. അടുത്തത് ഹെലികോപ്റ്റർ അപകടത്തില് മരിച്ച ഇബ്രാഹിം റെയ്സി. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റെയ്സി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഇറാനിലെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഹെലികോപ്റ്റർ അപകടത്തിൽ 2024 മെയ് മാസത്തിലാണ് അദ്ദേഹം മരിക്കണേ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ
അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. ഇനി അടുത്തത് നമ്മുടെ രക്തം കട്ട പിടിക്കുക, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നൊക്കെ കണ്ടെത്തിയത് കാരണം എന്താണ്? വിപണിയിൽ നിന്ന് പിൻവലിച്ച COVID-19 വാക്സിൻ ഏതാണ്? അപ്പോ ഒരു COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അത് രക്തം കട്ട പിടിക്കുകയാണ്. അടുത്തത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടല്ലോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാണ്. അപ്പൊ രക്തം കട്ട പിടിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു എന്ന കാരണം കൊണ്ട് ഏത് COVID-19 വാക്സിൻ ആണ് പിൻവലിച്ചത് മാർക്കറ്റിൽ നിന്ന്? കോവിഷീൽഡ്. ഏതാണ്? കോവിഷീൽഡ്. ഇത് കാരണം ആൾക്കാർക്ക് രക്തം കട്ട പിടിക്കുന്ന അസുഖവും അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന പരിപാടിയൊക്കെ വരുന്നു കേട്ടോ. മനസ്സിലായോ? ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി ദൃശ്യമായത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി ദൃശ്യമായത് ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി എവിടെ ദൃശ്യമായി എന്ന് ചോദിച്ചാൽ ലഡാക്കിലാണ് എന്ന് പറയണം. ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി ദൃശ്യമായത് എവിടെയാണ്? ലഡാക്കിലാണ്. ഇനി ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരാണ്? ആരാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി? കെയർ സ്റ്റാമർ. ആരാണ്? കെയർ സ്റ്റാമർ. ബ്രിട്ടൻ പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ ആണ്. കെയർ സ്റ്റാമർ ആണ്. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? അപ്പൊ കെയർ സ്റ്റാമർ ബ്രിട്ടന്റെ ആണ് കേട്ടോ. ഇനി അടുത്ത 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതല ഇന്ത്യക്ക് കൈമാറിയ ഇറാനിലെ തുറമുഖം ഏതാണ്? അടുത്ത 10 വർഷത്തേക്ക് നടത്തിപ്പ് ചുമതല ഇന്ത്യക്ക് കൈമാറിയ ഇറാനിലെ തുറമുഖം ഏതാണ്? ചബഹാർ തുറമുഖം. ഏതാണ് തുറമുഖത്തിന്റെ പേര്? ചബഹാർ തുറമുഖം. അപ്പോ 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ 2024 മേയിൽ മരണമടഞ്ഞ ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഇറാൻ പ്രസിഡന്റാണ്. രക്തം കട്ട പിടിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു എന്ന കാരണത്താൽ വിപണിയിൽ നിന്ന് പിൻവലിച്ച COVID-19 വാക്സിൻ ഏതാണ്? കോവിഷീൽഡ്. ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി കണ്ടെത്തിയത് എവിടെയാണ്? ലഡാക്കിലാണ്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ ആണ്. 10 വർഷത്തേക്ക് ഇന്ത്യക്ക് നടത്തിപ്പ് ചുമതല കൊടുത്ത ഇറാനിലെ തുറമുഖം ഏതാണ്? ചബഹാർ തുറമുഖമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ നമ്മൾക്ക് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ഓർത്തിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.